അതിൻ്റെ 1 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ. 6-ാം അധ്യായം 1 തൊട്ട് 8 വരെയും ഉള്ള വാക്യങ്ങൾ. കുറേ നാൾ മുമ്പേ, ഇപ്പോഴേകദേശം ഒരു 35-38 വർഷം മുമ്പേ ആയിരുന്നു, ഞാനൊരു ബുക്ക് വായിച്ചു. അതിൻ്റെ പേര് ലവ്, അക്സെപ്റ്റൻസ് ആൻഡ് ഫൊർഗിവ്നെസ്. താല്പര്യമുണ്ടെങ്കിൽ ആ പേരൊന്ന് എഴുതി വയ്ക്കാമെങ്കിൽ നല്ലൊരു ബുക്കാണ്. ലവ്, അക്സെപ്റ്റൻസ് ആൻഡ് ഫൊർഗിവ്നെസ്. എൻ്റെ ഓത്തറിൻ്റെ പേര് ജെറി കുക്ക്, JERRY, ലാസ്റ്റ് നെയിം കുക്ക്, COOK. ലവ്, അക്സെപ്റ്റൻസ് ആൻഡ് ഫൊർഗിവ്നെസ് ബൈ ജെറി കുക്ക്. റിയലി എല്ലാവരും ഒന്ന് വായിച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള ബുക്കാണ്. നമുക്കിച്ചിരി അസ്വസ്ഥത ഉണ്ടാക്കുന്നൊരു ബുക്കാണ്. എന്നാലും യഥാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യാനും കൂടി ഒരു അവസരം ഉണ്ടാവും. ചിലപ്പോഴൊക്കെ ഈ അസ്വസ്ഥതപ്പെടുന്നത് നല്ലതാണ്. നമ്മളെ ഒന്ന് ചോദ്യം ചെയ്യുന്നതും, നമ്മുടെ മനോഭാവത്തെ ചോദ്യം ചെയ്യുന്നതും, നമ്മുടെ വീക്ഷണത്തെ, കാഴ്ചപ്പാടിനെ ചോദ്യം ചെയ്യുന്നതും ഒക്കെയും പലപ്പോഴും നമുക്ക് നല്ലതാണ്. കൊരിന്ത്യ സഭയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സഭയായിരുന്നെങ്കിലും അവരുടെ ഇടയിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ കാരണം അവർ മനുഷ്യരായിരുന്നു. മാനസികമായിട്ടുള്ള ലെവലിൽ തമ്മിലുള്ള ബന്ധങ്ങളിൽ പല പല വിഷയങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ മധ്യേ പൗലോസ് ഇതിനെപ്പറ്റി അറിഞ്ഞപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ചൊരു കറക്ഷൻ കൊടുക്കാൻ വേണ്ടി, ഒരു തിരുത്തൽ കൊടുക്കാൻ വേണ്ടി എഴുതിയ ലേഖനമാണ് 1 കൊരിന്ത്യർ. നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിൻ്റെ 1 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തനോടൊരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെ അല്ല, അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നുവോ? വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? നാം ദൂതന്മാരെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഐഹിക കാര്യങ്ങളെ എത്രയധികം! എന്നാൽ നിങ്ങൾക്ക് ഐഹിക കാര്യങ്ങളെക്കുറിച്ച് വ്യവഹാരമുണ്ടെങ്കിൽ വിധിപ്പാൻ സഭ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നുവോ? നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു. ഇങ്ങനെ സഹോദരന്മാർക്ക് മധ്യേ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ? അല്ല, സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നു, അതും അവിശ്വാസികളുടെ മുമ്പിൽ തന്നെ. നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു. അതിനു പകരം നിങ്ങൾ അന്യായം സഹിച്ചു കൊള്ളാത്തത് എന്ത്? നഷ്ടം ഏറ്റുകൊള്ളാത്തത് എന്ത്? അല്ല, നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു. ഈ ഒരു മെസ്സേജിന് പല ടൈറ്റിൽസ് ഞാനിത് മാറ്റി എഴുതി. ആദ്യം ഞാനിത് ഈ പാസേജിൽ ഞാൻ പ്രസംഗിച്ചത് 1995 അന്നുണ്ടായിരുന്ന ടൈറ്റിലല്ല, അതിൻ്റെ ഔട്ട്ലൈനും എല്ലാം മാറി ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും പല ടൈറ്റിൽസ് മാറ്റി നോക്കി. എ ന്യൂ ലെവൽ ഓഫ് റിലേഷൻഷിപ്സ്. ബന്ധങ്ങളുടെ വേറൊരു ലെവലെന്ന് തന്നെ പറയാം. ബന്ധങ്ങളുടെ വേറെ ഒരു ലെവൽ. അതുകൊണ്ട് ഞാൻ ആ ബുക്കിൻ്റെ കാര്യം പറഞ്ഞത്, ലവ്, അക്സെപ്റ്റൻസ് ആൻഡ് ഫൊർഗിവ്നെസ് ബൈ ജെറി കുക്ക്. കാരണം ആ ബുക്കിനകത്തെ വിഷയങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥമായിട്ട് തന്നെ നമ്മൾ ചിന്തിക്കും, ഞാൻ സ്നേഹമുള്ള വ്യക്തിയാണോ? യഥാർത്ഥമായിട്ടും ഞാൻ മറ്റുള്ളവരെ അംഗീകരിക്കുന്നൊരു വ്യക്തിയാണോ? ചിലപ്പം സംശയം തോന്നും. മറ്റുള്ളവരെ ക്ഷമിക്കുന്നൊരു വ്യക്തിയാണോ? അതോ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ കുരുങ്ങിക്കിടക്കുവാണോ? പല ഡോക്ടേഴ്സിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അവരെല്ലാവരും പറഞ്ഞത് ശരിയാ. നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവരെ അംഗീകരിക്കുകയും മറ്റുള്ളവരെ ക്ഷമിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങൾ ജസ്റ്റ് ചുമ്മാ പറയാനല്ല, യഥാർത്ഥമായിട്ട് അങ്ങനെ തന്നെ ചെയ്യാൻ ഒക്കുന്നവരാണെങ്കിൽ ഡോക്ടേഴ്സ് പറയുന്നത്
നമ്മുടെ ജീവിതത്തിലെ രോഗങ്ങൾ എണ്ണം കുറയും. അവൻ പറയും, ഇന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇത് കണ്ടു, സ്കാൻ ചെയ്തപ്പോൾ ഇന്നത് കണ്ടു, അല്ലേ, എക്സ്റേ എടുത്തപ്പോൾ ഇത് കണ്ടു, MRI എടുത്തപ്പോൾ അത് കണ്ടു. അതൊക്കെ ശരിയായിരിക്കും. എന്നാലും നമ്മുടെ മാനസിക അവസ്ഥ, നമ്മുടെ വികാരത്തിൻ്റെ അവസ്ഥ, നമ്മുടെ സമൂഹമായിട്ട് ഉള്ള ബന്ധം, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം, ഇത് ശരിക്കും നമ്മുടെ ശരീരത്തെ ബാധിക്കും. എന്നാലും ഞാൻ ഈ വിഷയത്തിലോട്ട്, കൊരിന്ത്യ സഭയിൽ ആൾക്കാർ തമ്മിൽ വിഷയങ്ങൾ, തർക്കങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവരെന്ത് ചെയ്തു? കോടതി പോയി. ദൈവമക്കൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സിന് വേണ്ടി അവരെന്ത് ചെയ്തു? കോടതി പോയി. അപ്പം പൗലോസ് ചോദിക്കുന്നത്, നിങ്ങൾ എന്തുവായി ചെയ്യുന്നത് എന്നുള്ളൊരു വല്ലാത്തൊരു ചോദ്യമാണ്. ആദ്യത്തെ 3 വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തനോടൊരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെ അല്ല അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നുവോ? വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? നാം ദൂതന്മാരെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഓക്കെ, ആദ്യത്തെ 3 കാര്യമാണ് ഞാൻ പറയാൻ താല്പര്യം. ആദ്യം, ഡിസ്പ്യൂട്ട്സ് ആർ കോമൺ, ഹാൻഡിൽ വിത്ത് വിസ്ഡം. തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും തമ്മിൽ വിഷയങ്ങൾ ഉണ്ടാകുന്നത് സാധാരണ ഉള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യരല്ലയോ, ഇങ്ങനെയൊക്കെ ഉണ്ടാകും. എന്നാലും അതിനെ നമ്മൾ ജ്ഞാനത്തോട്, സൂക്ഷ്മതയോട് നമ്മൾ കൈകാര്യം ചെയ്യണം. വേറെ ഒരു വ്യക്തിയുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിയുമ്പോൾ നമ്മൾ അതിനെ എടുത്ത് അടുത്ത ലെവലിലോട്ട് കൊണ്ടുപോകാതെ ബുദ്ധിയോട്, ജ്ഞാനത്തോട് കൈകാര്യം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാലും ഇതിനകത്ത് പൗലോസ് എടുത്ത് പറഞ്ഞേക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലേ, നമ്മൾ ഈ ലോകത്തെ നമ്മൾ വിധിക്കേണ്ടി വരാ, ദൂതന്മാരെ പോലും വിധിക്കേണ്ടി വരാ. എന്നിട്ടാണോ നിങ്ങൾ തമ്മിലുള്ള വിഷയത്തിന് ഈ ലോകത്തിൻ്റെ അടുത്ത് പോകുന്നത്? ശരി, അപ്പം നമ്മൾ ചിന്തിക്കും, ഇവിടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായിട്ട് കോടതി പോയില്ല തമ്മിലുള്ള വിഷയങ്ങൾക്ക്. അത് ശരിയാ. എന്നാലും ഇതെടുത്ത് കാണിക്കുന്നത് നമ്മൾ ആരാ, നമ്മൾ എങ്ങനെയുള്ള വ്യക്തികളാ? പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു വ്യക്തി ഒരു പ്രത്യേക ഒരു യൂണിഫോം ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആ വ്യക്തിയുടെ മനോഭാവം മാറുന്നു. അത് ആ വ്യക്തിയുടെ ചിന്താഗതിയെ ബാധിക്കുന്നു. കംപ്ലീറ്റ് ആയിട്ട് വ്യക്തിക്കൊരു ട്രാൻസ്ഫർമേഷൻ നടക്കുന്നു. ആ വ്യക്തി ഇടുന്ന വസ്ത്രം ഒരു പ്രത്യേക ഒരു യൂണിഫോം ഇട്ട് കഴിയുമ്പോൾ, ഏത് യൂണിഫോമാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. പല യൂണിഫോം ഉണ്ടല്ലോ. അവര് ആരാന്നുള്ള ആ കോൺസെപ്റ്റിന് ഒരു മാറ്റം വരിക. ആ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ചിന്താഗതി മാറുമ്പോഴത്തേക്ക് അവരുടെ പെരുമാറ്റത്തിനും അവരുടെ സംസാരത്തിനും അവരുടെ ചിന്തയ്ക്ക് പോലും മാറ്റങ്ങൾ വരുന്നു. നമ്മൾ ആരാ? ദൂതന്മാരെ ന്യായവിധിക്കേണ്ടി വരാ? ഈ ലോകത്തെ ന്യായവിധിക്കേണ്ടി വരാ? എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാരല്ല. ദൈവമക്കളെന്നുള്ള നിലയിൽ നമ്മളൊരു അടുത്ത ലെവലിലുള്ള വ്യക്തികളാണ്. ദൈവമക്കളെന്നുള്ള നിലയിൽ നമ്മളൊരു ഉയർന്ന ലെവലിലുള്ള വ്യക്തികളാണ്. ഈ ഉയർന്ന ലെവലിലുള്ള വ്യക്തികൾ നമ്മളൊരു താഴ്ന്ന ലെവലിൽ ഇടപെടാൻ പാടില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, we are to judge the world and the angels. നമ്മൾ ആ അടുത്ത ലെവലിലോട്ട് ഒരു സ്റ്റെപ്പ് എടുക്കണമെങ്കിൽ നമ്മൾ ആരാന്ന് മനസ്സിലാക്കണം. ഞാനൊരു ദൈവ പൈതല.
ദൈവപൈതലാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിന് നമ്മളെക്കുറിച്ച് പല പല ചിന്തകളും പ്ലാനുകളും ഉണ്ട്. നമ്മൾ എന്നാ ദൂതന്മാരെ ന്യായവിധിക്കാൻ പോകുന്നത്? എന്നാ? ദൈവത്തിലുള്ള കാര്യമാണ്. അതിൻ്റെ ഒരു ടൈം ഫ്രെയിം നമുക്കുണ്ടോ? അത് നമ്മുടെ കലണ്ടറിനകത്ത് വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ? നമുക്കൊന്നും അറിയത്തില്ല. നമ്മൾ മരിച്ച് സ്വർഗത്തിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ മരിച്ച് ദൈവത്തിൻ്റെ കൂടെ ആകുമ്പോൾ, നിത്യത ദൈവത്തിൻ്റെ കൂടാന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ ചില ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ മേഘത്തേലൊക്കെ ആൾക്കാരിരുന്നുണ്ട് അതിൻ്റെ ഗിറ്റാറൊക്കെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നതോ ഒക്കെ ആയിട്ട്. എനിക്ക് ഗിറ്റാറൊക്കെ ഇഷ്ടമാണ്. എന്നാലും അത് കണ്ടിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും ബോറടിക്കും. അത് മനുഷ്യരുടെ ആയിട്ടുള്ള ഓരോ ഗിറ്റാറല്ല, ഈ ഹാർപ്പ് കൊണ്ടിരിക്കുന്നത് അല്ലേ, മനുഷ്യരുടെ ഓരോ ചിന്തകളാത്. എന്നാലും ദൈവത്തിന് ഇങ്ങനെ ഈ ഓരോ മേഘത്തിൽ നമ്മളിങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുന്ന അതൊന്നുമല്ല ദൈവത്തിൻ്റെ പ്ലാൻ. ദൈവത്തിന് അതിനപ്പുറം പ്ലാൻ നമ്മളെക്കുറിച്ചുണ്ട്. ആ പ്ലാൻ എന്തുവാന്ന് നമുക്ക് റിവീൽ ചെയ്തിട്ടില്ല, നമുക്ക് ഇതുവരെയും പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടില്ല. മരണം കഴിഞ്ഞിട്ട് നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുമെന്നറിയാം, എന്നാലും ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഭയങ്കര പ്ലാൻസ് ഉണ്ട്. അതെല്ലാം നമ്മളോട് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് പറയാത്തത്? ചിലപ്പോൾ നമുക്ക് മനസ്സിലാകാനൊക്കത്തില്ലായിരിക്കും. കുഞ്ഞുങ്ങൾ നമ്മളവിടെ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെറിയൊരു സിമ്പിളായിട്ട് എന്തെങ്കിലും ഒരു ഉത്തരം പറഞ്ഞിട്ട് പറയാം, കുഞ്ഞ് പോയി കളിക്കുക മതി. അതിനപ്പുറം പറഞ്ഞാൽ ഗ്രഹിക്കത്തില്ല. അതിനപ്പുറം ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞാൽ ദൈവം നമ്മളോട് എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ മാത്രം ഉള്ള കാര്യങ്ങൾ ദൈവവചനത്തിൽ നമുക്ക് തന്നിരിക്കുന്നു. അതുപോലെ നമ്മൾ കിടന്ന് ബുദ്ധിമുട്ടുന്നു അത് മനസ്സിലാക്കാൻ. അനുസരിക്കാൻ അതിനെക്കാട്ടി ബുദ്ധിമുട്ടുന്നു. നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്നാലും ഇത് എല്ലാം ഒന്നും ഇല്ല, ദൈവവചനം തന്നെയാണ്. ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ ദൈവത്തിൻ്റെ വചനമാണ്. എന്നാലും നമുക്ക് മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് മനസ്സിലാകാൻ ഒക്കുന്നതിൻ്റെ മാക്സിമം ദൈവം അങ്ങ് തന്നിരിക്കുക. ഇത്ര ഒക്കുന്നുള്ളൂ. ഇതിനപ്പുറം ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും നമ്മളെക്കുറിച്ച് ഒത്തിരിയുണ്ട്. സ്തോത്രം. അപ്പം ദൈവം നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴുണ്ടല്ലോ, ദൈവം നമ്മളെക്കുറിച്ച് ഈ താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, അതിനപ്പുറം നിത്യതയെക്കുറിച്ചാണ് നമ്മളെക്കുറിച്ച് ദൈവം ചിന്തിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് എന്തുവാ? കർത്താവേ, എൻ്റെ കഷ്ടത ഒന്ന് കാണണമേ, എനിക്കൊരു ജോലി വേണം, എനിക്ക് ഇന്നത് വേണം, എനിക്കൊരു വണ്ടി വേണം, ഈ കാര്യമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കൊച്ചുമക്കളുടെ കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങളാണ്. ദൈവത്തിന് അതെല്ലാത്തിനെക്കുറിച്ച് കൺസേൺ ഉണ്ട് അല്ലേ? നമ്മുടെ ഏറ്റവും ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പോലും ദൈവത്തിന് നമ്മളോടൊരു കൺസേൺ ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന ചിന്തകൾ നമുക്ക് പോലും മനസ്സിലാക്കാനൊക്കെ, നമുക്ക് പോലും ഗ്രഹിക്കാനൊക്കാത്ത ഹൈ ലെവലിലായിട്ടുള്ള കാര്യങ്ങളാണ്. സ്തോത്രം. അതിൻ്റെ അർത്ഥം നമ്മുടെ അടുത്ത ലെവലിലോട്ട് പോകേണ്ടി വരാണ്, അടുത്ത ലെവലിൽ ചിന്തിക്കേണ്ടി വരാണ്. സ്തോത്രം. വെറും ലോ ലെവലിലുള്ള വഴക്കിനും ബഹളത്തിനും നമ്മൾ നിൽക്കേണ്ടി വരല്ല. ഡിസ്പ്യൂട്ട്സ് ആർ കോമൺ, ഹാൻഡിൽ വിത്ത് വിസ്ഡം. വിശ്വാസികൾ തമ്മിലുള്ള പ്രയാസങ്ങൾ അത് വിശ്വാസികൾ തന്നെ അത് കൈകാര്യം ചെയ്യേണ്ടതാണ്. അതിനകത്ത് ഒരു വാക്ക് പറയുന്നുണ്ട്, 3-ാം വാക്യത്തിൽ, മലയാളത്തിൽ എനിക്ക് അറിയത്തില്ല. അതിനകത്ത് പറഞ്ഞാൽ ഈ ചില വിഷയങ്ങൾ വളരെ ട്രിവ്യലായിട്ടുള്ള കാര്യം. ട്രിവ്യൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്. നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ നിസ്സാരമായിട്ട് വെച്ചേക്കണം. നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതലും പ്രാധാന്യം കൊടുത്താലുണ്ടല്ലോ, പിന്നെ അത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. നമുക്കറിയാം, അനേക പ്രശ്നങ്ങൾ ഉള്ളി പൊളിക്കുന്ന പോലെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഒന്നാമത് ഡിസ്പ്യൂട്ട്സ് ആർ കോമൺ, ഹാൻഡിൽ വിത്ത് വിസ്ഡം. രണ്ടാമത്തെ പോയിന്റിലോട്ട് പോകാം. ഡിസ്പ്യൂട്ട്സ് ആർ കോമൺ, കോൾ ദ വൈസ്. പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ മധ്യേ ജ്ഞാനമുള്ളവരുണ്ടോ? അല്ലെങ്കിൽ ജ്ഞാനമുള്ളവരില്ലയോ? അവർക്ക് ഈ വിഷയങ്ങൾ വിധിക്കാനൊക്കത്തില്ലയോ? അതോ ലോക മനുഷ്യരുടെ അടുത്ത് പോകേണ്ട ആവശ്യമുണ്ടോ? എന്നാലും അതിനകത്ത് രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയേക്കുന്ന ഒരു വളരെ ചിന്തിക്കേണ്ടതാണ്. ടു ബി ജഡ്ജ് ബൈ അനദർ
We must be humble and willing to submit. ആരും എന്നെ പഠിപ്പിക്കാൻ വരണ്ട. സി, നമ്മുടെ മനോഭാവം, നമ്മുടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട. To be judged by others, we must be humble and submit. അത് അടുത്ത പോയിന്റിൽ തന്നെ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാം. എന്നാലും lawsuits among believers are a sign of complete defeat. ഒരു തോൽവിയാ. പൗലോസ് പറഞ്ഞു, ഇത് നിങ്ങളുടെ ഇടയിൽ ഇത് നടക്കുന്നത് തന്നെ പൗലോസ് പറഞ്ഞൊരു തോൽവിയാ. ഞാൻ പറഞ്ഞ പോലെ ആരും നമ്മുടെ ഇടയിൽ അങ്ങനെ കോടതിയിലൊന്നും പോയിട്ടില്ലെന്ന് എനിക്കറിയാം. ഇല്ലെന്ന് തോന്നുന്നു. എന്നാലും ഓരോ ആഴ്ചയിലും കാണുമ്പോൾ സംസാരിക്കാതിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കുന്നത് മാത്രമല്ല, ചിലരെ അങ്ങ് ഇഗ്നോർ ചെയ്യുന്നവരുണ്ടോ? ഓ, ഈ പുള്ളി മെനക്കേട, ഈ പുള്ളി ശരിയല്ല, ഇവര് ഇങ്ങനെ, ഇവര് അങ്ങനെ. അതുണ്ടോ? മനുഷ്യരാ, ഇതൊക്കെ കോമണാ. എന്നാലും ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു അടുത്ത ലെവലിലോട്ട് വരേണ്ടി അത്യാവശ്യമാണ്. കാരണം ദൈവം നമ്മളെ കാണുമ്പോൾ നമ്മുടെ ചെറിയ ചെറിയ വിഷയങ്ങൾ മാത്രമല്ല, ചെറിയ ചെറിയ വിഷയങ്ങളും ദൈവത്തിന് ഇമ്പോർട്ടൻ്റാണ്. അത് മാത്രമല്ല, ദൈവം നമ്മളെ കാണുന്നത് ആ നിത്യതയിൽ നമ്മളെക്കുറിച്ചുള്ള പല പല പ്ലാനും പദ്ധതിയും ദൈവത്തിനുണ്ട്. അതാ ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പം പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ മധ്യേ ഈ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് തന്നെ ഒരു തോൽവി അല്ലയോ? അതൊരു ഫെയിലിയർ അല്ലയോ? Submission is common but essential. മറ്റുള്ളവർക്ക് is uncommon. ഞാൻ കോമൺ എന്നല്ല അല്ലേ, രണ്ടാമത്തെ പോയിന്റ് ആണേ, രണ്ടാമത്തെ സ്ലൈഡ്, രണ്ടാമത്തെ. Submission is uncommon but essential. See, കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യമല്ല, വളരെ അസാധാരണ കാര്യമാണ് കീഴ്പ്പെട്ടിരിക്കുന്നത്. നമുക്കാർക്കും അതിഷ്ടമില്ല. അനുസരണം എളുപ്പമുള്ളതല്ല. അനുസരണം നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. പെട്ടെന്നൊരു സ്ഥലം വരെ വണ്ടി ഓടിച്ച് പോവാം, ആ സിഗ്നല് ചുവപ്പായി, നമ്മളെന്ത് ചെയ്യും? നമ്മൾ നിർത്തും. ചിലര് ചൂടൊന്ന് ചവിട്ടി വിടും അല്ലേ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കും. പണ്ട് ഞാൻ കേട്ടൊരു കഥ, ഒരു പോലീസുകാരന് ഒരാളെ വണ്ടി പിടിച്ച് നിർത്തി. ഈ റെഡ് ലൈറ്റിൽ കൂടെ, ചുവന്ന ലൈറ്റിൽ കൂടെ പോയതാ, പിടിച്ചു നിർത്തി. ആ പോലീസുകാരൻ ചോദിച്ചു, നിങ്ങൾ ആ ചുമന്ന ലൈറ്റ് കണ്ടില്ലയോ? അപ്പം അദ്ദേഹം പറഞ്ഞു, സാറേ ഞാൻ ആ ചുമന്ന ലൈറ്റ് കണ്ടു, ഞാൻ സാറിനെ കണ്ടില്ല. നമുക്കറിയാം എന്തുവാ നമ്മൾ ചെയ്യേണ്ടതെന്ന്, എവിടെ അനുസരിക്കേണ്ടതെന്നൊക്കെ നമുക്കെല്ലാം അറിയാം. അറിവില്ലാത്തവരൊന്നും അല്ല. എന്നാലും നമ്മുടെ ഉള്ളിൽ ഏതാണ്ട് കിടപ്പുണ്ട്. അതിന് പൗലോസ് പറഞ്ഞത് ജഡം, സാർക്സ്, ഈ ഗ്രീക്ക് വാക്കിൽ സാർക്സ് എന്ന് പറഞ്ഞാൽ ജഡം. ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ജഡത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അത് ആത്മാവിൻ്റെ സ്വഭാവത്തിന് നേരെ ഓപ്പോസിറ്റാണ്. അതുകൊണ്ട് ഒരു റെഡ് ലൈറ്റ് കാണുമ്പോഴത്തേക്ക് അനുസരിക്കാനൊരു ഞാൻ നിർത്തും. എന്നാലും ഉള്ളില് ഇതേപോലെ ഞാനൊരു കൊച്ചു പയ്യൻ്റെ, ഇതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുള്ളതായിരിക്കും, ഒരു കൊച്ചു പയ്യൻ്റെ ഒരു ഒരു കാർട്ടൂൺ ഞാൻ കണ്ടു. ഒരു കൊച്ചു പയ്യന്, അവന് ഇരിക്കുക കസേരയിൽ, അവന് വലിയ സന്തോഷത്തോടല്ല ദേഷ്യത്തോടെ ഇരിക്കുക. അതിൻ്റെ മുകളിൽ അതിനെന്ത് പറഞ്ഞ ഇലിപ്സിസ്, ഒരു ഡയലോഗ് ബോക്സോ, അവൻ്റെ ചിന്ത ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഡോട്ടായിട്ട് ഇങ്ങനെ പോകുന്ന ചിന്തകൾ. അവൻ്റെ ചിന്തയിൽ അവൻ പറയുക, ഞാൻ പുറമേ ഇരിക്കുമായിരിക്കും, എന്നാലും ഞാൻ എൻ്റെ ഉള്ളിൽ എഴുന്നേറ്റ് നിൽക്കുക. മനസ്സിലായോ? ഞാൻ പുറമേ ഇരിക്കുമായിരിക്കും, ഞാൻ എൻ്റെ ഉള്ളിൽ എഴുന്നേറ്റ് നിൽക്കുക. ഇതെല്ലാം മനുഷ്യരുടെ സ്വഭാവമാണ്. ഏത് സ്വഭാവമാണ്? ജഡത്തിൻ്റെ സ്വഭാവമാണ്. നമ്മളിതെല്ലാം വിട്ട് കളയേണ്ടതാണ്. സബ്മിഷൻ,
വലിയ പാടാ. എങ്ങനെ വിധിക്കാനാ? ദൈവവചനപ്രകാരം വിധിക്കണം. ഏത് ഡിസ്പ്യൂട്ടാണേലും, ഏത് അഭിപ്രായ വ്യത്യാസമാണേലും, ഏത് വിഷയങ്ങളാണേലും ദൈവവചനപ്രകാരം നമ്മൾ അത് ഹാൻഡിൽ ചെയ്യുന്നവരായിരിക്കണം. വചനം നമ്മൾ അറിഞ്ഞിരിക്കണം, അത് വായിക്കണം, അത് പഠിക്കണം, അത് അനുസരിക്കണം. അറിവ് മാത്രം പോരാ, ജ്ഞാനം മാത്രം പോരാ. ജ്ഞാനം എന്ത് ചെയ്യുന്നു? ചീർപ്പിക്കുന്നല്ലേ, നമ്മളെ അത് പ്രൗഡാക്കുന്നേ ഉള്ളൂ. ഞാൻ വലിയ ജ്ഞാനിയായി. വചനത്തിൻ്റെ ജ്ഞാനം പോലും നമ്മളെ അങ്ങ് പ്രൈഡിലോട്ട് കൊണ്ടുപോകും. എന്നാലും ഏറ്റവും അത്യാവശ്യമുള്ള ജ്ഞാനമൊക്കെ വേണം കേട്ടോ, വചനം നല്ലോണം പഠിക്കണം. എന്നാലും അതിനോടൊപ്പം തന്നെ ബാലൻസ് ചെയ്ത് എന്ത് ചെയ്യണം? ആ വചനം നമ്മൾ അനുസരിക്കുന്നവരായിരിക്കണം. അപ്പോഴേ ഒന്നാമത്, ഡിസ്പ്യൂട്ട്സ് ആർ കോമൺ, ഹാൻഡിൽ വിത്ത് വിസ്ഡം. തമ്മിൽ വിഷയങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും വളരെ ബുദ്ധിയോടെ, ജ്ഞാനത്തോടെ നമ്മളത് കൈകാര്യം ചെയ്യുക. ലോ ലെവലിലുള്ള കാര്യങ്ങൾ വളർത്തിയെടുത്തേണ്ട് വലിയ ലെവലാക്കരുത്. ലോ ലെവലാണല്ലോ, പോട്ടെ, വിട്ടേര്. രണ്ടാമത്, ഡിസ്പ്യൂട്ട്സ് ആർ കോമൺ, കോൾ ദ വൈസ്. ജ്ഞാനികളുണ്ടോ? നമ്മുടെ മധ്യേ ജ്ഞാനികളുണ്ടോ? ജ്ഞാനമുള്ളവരുണ്ടോ? ചിന്തിക്കാൻ കഴിവുള്ളവരുണ്ടോ? ജീവിതത്തിൽ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടോ? വചനത്തിൽ പലയിടത്തും പറയുന്നവർ നരച്ച മുടിയെക്കുറിച്ച്. അത് കളറിൻ്റെ കാര്യം മാത്രമല്ല, പ്രായത്തെക്കുറിച്ചും എക്സ്പീരിയൻസിനെ കുറിച്ചും. എനിക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഇപ്പം യൂത്ത്ഫുൾനെസ്സിനാണ് കൂടുതൽ വാല്യൂ. നല്ല കാര്യം തന്നെ, യൂത്ത്ഫുൾ ആയിരിക്കട്ടെ. ഞാനും ഒരു ചെറുപ്പക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാലും നമ്മൾ എത്ര വർഷം നമുക്ക് ഇത്രയും വർഷം നമ്മൾ ജീവിച്ചതിൻ്റെ ബെനിഫിറ്റ് ഒത്തിരി കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിനോട് പറയായിരുന്നു, കുഞ്ഞെ ഞാനിപ്പോഴ് വർഷങ്ങളെക്കുറിച്ചല്ല, ഞാനിപ്പോൾ ഡെക്കേഡ്സിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അടുത്ത ഡെക്കേഡ്, കഴിഞ്ഞ ഡെക്കേഡ്. ഞാൻ ഇങ്ങനെ എൻ്റെ ചിന്തകൾ ഇപ്പം ഡെക്കേഡ്സ് ആയിട്ടുള്ള ചിന്തകളായിട്ടുണ്ട്. വർഷങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല ഇപ്പോഴും. ഇനി മൂന്നാമത്, ഡിസ്പ്യൂട്ട്സ് ആർ കോമൺ, ബി ദ ഫസ്റ്റ് ടു ഗിവ് വേ. ഡിസ്പ്യൂട്ട്സ് ആർ കോമൺ, ബി ദ ഫസ്റ്റ് ടു ഗിവ് വേ. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു റൈറ്റ് ഓഫ് വേ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിൻ്റെ മലയാളം എനിക്കറിയത്തില്ല. എന്നാലും പ്രത്യേകിച്ച് ഈ ഇടയ്ക്ക് വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടുള്ളവർ, നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ ഇത് പഠിപ്പിക്കുന്നൊരു കാര്യമാണ് റൈറ്റ് ഓഫ് വേ. ഓക്കെ, നമ്മൾ പോകുന്ന ഡയറക്ഷനിൽ ഗ്രീൻ ലൈറ്റ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തുവാ? വി ഹാവ് ദ റൈറ്റ് ഓഫ് വേ. പോകാനുള്ള വഴി നമുക്ക്, അതിനൊരു കറക്ഷനുണ്ട്. വി ആർ ഗിവൻ ദ റൈറ്റ് ഓഫ് വേ. ശ്രദ്ധിച്ചോണേ, വി ആർ ഗിവൻ ദ റൈറ്റ് ഓഫ് വേ. പോകാനുള്ള ആ ഒരു അവസരം നമുക്ക് നൽകിയിരിക്കുക. ആ ലൈറ്റ് മാത്രമല്ല, നിയമം മാത്രമല്ല, എന്നാലും ഓപ്പോസിറ്റ് വരുന്ന വ്യക്തികളും റൈറ്റ് ഓഫ് വേ കൊടുക്കുക ഗ്രീൻ ലൈറ്റ് ഉള്ളപ്പോൾ. റെഡ് ലൈറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ എന്തുവാ ചെയ്യുന്നത്? നമ്മൾ പറയും റെഡ് ലൈറ്റ് ആണെങ്കിൽ നിർത്തുക. ഓക്കെ, ശരി. എന്നാലും റെഡ് ലൈറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ മറ്റുള്ളവർക്ക് പോകാൻ വഴി കൊടുക്കുക. വേറൊരു സൈനുണ്ട്, ഈൽഡ് എന്ന് പറഞ്ഞൊരു സൈനുണ്ട്. അതേപോലെ ബ്രിട്ടീഷുകാരുടെ ഒരു സംഭവമാണ് ഈ റൗണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എല്ലായിടത്തും ഇപ്പം ഈ പരിപാടി ഉണ്ട് അല്ലേ, വട്ടത്തിൽ. അതിനകത്ത് ഒരു റൂളുണ്ട് അല്ലേ, ഗിവിങ് ദ റൈറ്റ് ഓഫ് വേ. ആ റൗണ്ടിനകത്തുള്ളവർക്ക് റൈറ്റ് ഓഫ് വേ നമ്മൾ കൊടുക്കണം. ആ റൗണ്ടിനകത്തോട്ട് കയറുന്നതിന് മുമ്പേ എന്ത് ചെയ്യണം? നമ്മൾ നിന്ന് കൊടുക്കണം അവർ പോകാൻ. പിന്നെ മാത്രം അതിനകത്തോട്ട് കയറിയാൽ മതി എന്നാ ഗിവൻ ദ റൈറ്റ് ഓഫ് വേ. റൈറ്റ് ഓഫ് വേ നമ്മൾ ഡിമാൻഡ് ചെയ്യുവല്ല, മറ്റുള്ളവർ കൊടുക്കുക. നമ്മൾ മറ്റുള്ളവർക്ക് റൈറ്റ് ഓഫ് വേ കൊടുക്കാൻ എപ്പോഴും തയ്യാറായിരിക്കണം. അതൊരു മനോഭാവമാണ്. അത് നമ്മുടെ ഓരോ കാര്യത്തിലും നമുക്കത് വേണം. ഒരു ഡോറിൽ കൂടെ ഇറങ്ങി പോകുമ്പോൾ
നമ്മുടെ പുറകെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്ക് കഥ പിടിച്ചു കൊടുക്കുക. നമ്മൾ വന്നിട്ട് വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലം, വണ്ടി നനയാത്തടത്ത്, വെയിലില്ലാത്തടത്ത്, വേറെ ഒരു പ്രശ്നം ഇല്ലാത്തടത്ത് എനിക്ക് എൻ്റെ വണ്ടി പാർക്ക് ചെയ്യണം. അല്ല, നേരെ ഓപ്പോസിറ്റ്, വെയിലില്ലാത്തടത്ത് മറ്റുള്ളവർ പാർക്ക് ചെയ്തോട്ടെ, മഴ നനയാത്തടത്ത് മറ്റുള്ളവർ പാർക്ക് ചെയ്തോട്ടെ, ഇങ്ങോട്ട് കയറാൻ എളുപ്പമുള്ള നല്ല പാർക്കിങ് മറ്റുള്ളവർക്ക് കൊടുക്കുക. എനിക്കോ എനിക്കൊരു മാറി ഇച്ചിരി ദൂരെയോ, അല്ലെങ്കിൽ അസ്വസ്ഥതയായിട്ടുള്ള ഏരിയയിലോ, അല്ലെങ്കിൽ ചള്ളക്കകത്തോ, പുറവശം മുഴുവൻ ചള്ള ഉള്ളിടത്തോട്ടോ അങ്ങ് പാർക്ക് ചെയ്യുക. ഗിവിങ് ദ റൈറ്റ് ഓഫ് വേ. ബൈബിൾ പറഞ്ഞിരിക്കുന്നത് കൺസിഡർ അതേഴ്സ് ഗ്രേറ്റർ ദാൻ യുവർ സെൽഫ്. മറ്റുള്ളവരെ നമ്മളെക്കാട്ടിലും ശ്രേഷ്ഠരെന്ന് എണ്ണുക. ആ ഒരു മനോഭാവം. ഇത് കോടതി പോകുന്ന കാര്യങ്ങളോ നിയമങ്ങളെക്കുറിച്ചുള്ളതോ ഒന്നുമല്ല. ഇതൊരു ആന്തരികമായിട്ടൊരു കാര്യമാണ്. ഇതൊരാളുടെ പുറകെ വടിയും കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അതല്ല വിഷയം. ഇത് ആന്തരികമായിട്ട് നമ്മൾ ചില വ്യത്യാസങ്ങൾ വരേണ്ടതാണ്. Disputes are common. Be the first to give way. See, lawsuits among believers are a sign of complete defeat. അവിടെ പറഞ്ഞിട്ടുണ്ട്, സാത്താൻ നമ്മൾ തോറ്റു കൊടുക്കുക. സാത്താൻ. See, you are giving in to Satan. പിന്നെ പൗലോസ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, give in to each other. അങ്ങ് തോറ്റു കൊടുക്കുക, മറ്റുള്ളവർക്ക് തോറ്റു കൊടുക്കുക. എന്തിന് സാത്താന് തോറ്റു കൊടുക്കുന്നത്? ഞാൻ എൻ്റെ സഹോദരന് തോറ്റു കൊടുക്കുക, ഞാൻ എൻ്റെ സഹോദരിക്ക് തോറ്റു കൊടുക്കുക. എന്തിന് സാത്താന് തോറ്റു കൊടുക്കുന്നത്? ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ വലിയ വിഷയമാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ചിലരുണ്ട് അങ്ങനെ. എനിക്കറിയാം നിങ്ങളുടെ ആരുടെയും കുടുംബത്തിൽ അങ്ങനെ ആൾക്കാരില്ലെന്നറിയാം. ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് കുറച്ച് പേര്. ക്ഷമിക്കത്തില്ല. മരണം വരെ ഞാനിത് വെച്ചോണ്ടിരിക്കാൻ പറഞ്ഞ് കടിച്ചു പിടിച്ചിരിക്കുക. ചെയ്യാനാ ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഇങ്ങനെയുള്ളവര് ആവശ്യമില്ലാത്ത രോഗങ്ങളെല്ലാം ഉണ്ടായി, എല്ലാ ബന്ധങ്ങളും നശിച്ച് ആരുമായിട്ടൊരു ബന്ധമില്ലാതെ ഇങ്ങനെ കിടന്ന് അലയുക. അവരെ സ്നേഹിക്കാൻ, കരുതാൻ, സഹായിക്കാനും പല പല കാര്യങ്ങൾക്ക് ആൾക്കാർ റെഡി ആയിട്ടുണ്ട്. എന്നാലും അത് ശരിയല്ല. അവരിങ്ങനെ ക്ഷമിക്കത്തില്ല, പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക. ഇഷ്ടം പോലെ ഉണ്ട്. എന്ത് ചെയ്യാൻ? പൗലോസ് പറഞ്ഞത് give in. സാത്താന് തോറ്റു കൊടുക്കരുത്. എന്തിനാ നമ്മൾ സാത്താൻ തോറ്റു കൊടുക്കാൻ റെഡി ആയിരിക്കുക, നമ്മുടെ സഹോദരങ്ങൾ തോറ്റു കൊടുക്കാൻ പ്രയാസം. മനസ്സിലായോ? പൗലോസ് പറഞ്ഞത് നമ്മുടെ സഹോദരന്മാരും അവർക്കും തോറ്റു കൊടുക്കുക, സാത്താന് തോറ്റു കൊടുക്കണ്ട. ഫൈനലി ഇവിടെ എഴുതിയിട്ടുണ്ട്, we are expected to live and relate at a higher standard. നമ്മുടെ സ്റ്റാൻഡേർഡിനൊരു വ്യത്യാസം വരണം ഇവിടെ. കോടതിയല്ല വിഷയം, അതിൻ്റെ പിന്നാലെയുള്ള പല ആന്തരികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചില വ്യത്യാസം നമുക്ക് അത്യാവശ്യമാണ്. നമ്മുടെ ബന്ധങ്ങളിൽ അടുത്തൊരു സ്റ്റാൻഡേർഡ്, അടുത്ത ലെവലിലോട്ട് വരണം. മനോഭാവത്തിൽ നമ്മുടെ അടുത്ത ലെവലിലോട്ട് വരണം. അവസാനത്തെ സ്ലൈഡിലോട്ട് പോകാം. ഈ 3 കാര്യങ്ങൾ ഒന്നിടന്ന് റിവ്യൂ ചെയ്യാം. നമ്മുടെ ടൈറ്റിൽ എന്തുവായിരുന്നു? എ ന്യൂ ലെവൽ ഓഫ് റിലേഷൻഷിപ്സ്. ബന്ധങ്ങളിലെ ഒരു പുതിയ ലെവല്. ബന്ധങ്ങളുടെ ഒരു പുതിയ ലെവല്. 1, ഡിസ്പ്യൂട്ട്സ് ആർ കോമൺ, ഹാൻഡിൽ വിത്ത് വിസ്ഡം. ശരിയാ, തമ്മിലുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളും സാധാരണമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാലും ജ്ഞാനത്തോട്, ബുദ്ധിയോട്, സൂക്ഷ്മതയോട് അത് കൈകാര്യം ചെയ്യുക. നമുക്കറിയാം, ഒരു വ്യക്തിയുമായിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടാകും, നമുക്ക് ഉടനെ അറിയാം. എന്നാലും നമ്മൾ അത് തന്നെ പിന്നെയും പുഷ് ചെയ്തിരിക്കുന്നതിന് പകരം ഒരു സ്റ്റെപ്പ് പുറമോട്ട് പോവുക. 2, ഡിസ്പ്യൂട്ട്സ് ആർ കോമൺ, കോൾ ദ വൈസ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലെങ്കിൽ നരച്ച മുടിയുള്ളവരെ കണ്ടുപിടിക്കുക, അവരുടെ കൂടെ ഇരിക്കുക. ഒന്ന് പ്രാർത്ഥിക്കാമോ, ഞങ്ങളെ ഒന്ന് സഹായിക്കാമോ, ഇത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. See? 3, disputes are common. Be the first to give way, അല്ലെങ്കിൽ to give in.
രണ്ടിനും അതിൻ്റെ പ്രത്യേക ഫ്ലേവർ ഉണ്ട്. ഗിവ് വേ ഉണ്ട്, ഗിവ് ഇനും ഉണ്ട്. പൗലോസ് പറഞ്ഞു, എന്തിനാ സാത്താന് തോറ്റു കൊടുക്കുന്നത്? അതിനെക്കാട്ടും നല്ലത് നമുക്ക് തമ്മിൽ അങ്ങ് തോറ്റു കൊടുക്കാം. ഏതെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടോ, ആരെങ്കിലുമായിട്ടൊരു ഡിസ്പ്യൂട്ട് ഉണ്ടോ, അങ്ങ് തോറ്റു കൊടുക്കുക. പണ്ട് ആനിയുടെ ഫാദർ ഒരു കല്യാണത്തിന് പ്രസംഗിക്കുക. അപ്പം പറഞ്ഞു, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരാൾ പറയുക മുയലിന് 2 കൊമ്പുണ്ടെന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ പോണ്ട, ആയിക്കോട്ടെ, പിന്നീട് സാവകാശത്തിലിരുന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അല്ല, തിരിച്ചാ പറഞ്ഞത്, മുയലിന് 3 കൊമ്പുണ്ടെന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ പോണ്ട, പിന്നീട് എപ്പോഴെങ്കിലും ശാന്തമായിട്ടിരുന്ന് പറഞ്ഞാൽ മതി, 3 കൊമ്പല്ല 2 കൊമ്പേ ഉള്ളൂ എന്ന് പിന്നീട് പറഞ്ഞാൽ മതി. തോറ്റു കൊടുക്കാൻ നമ്മളെപ്പോഴും മനസ്സുള്ളവരായിരിക്കണം. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ അവൻ ഏറ്റെടുത്ത് നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ ബന്ധങ്ങളെയും അതൊന്ന് രൂപാന്തരപ്പെടുത്തട്ടെ. അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി തീരും. വചനത്തിൽ പറയുന്നുണ്ട്, ബൈ ദിസ് ഷാൽ ഓൾ മെൻ നോ that you are my disciples. നിങ്ങൾ എൻ്റെ ശിഷ്യരാന്ന് ഈ ലോകമെല്ലാം അറിയുന്നത് എങ്ങനെ? ഞാൻ ഈ ബൈബിളും പിടിച്ചോണ്ട് നടക്കുന്നതാണോ? അതല്ല യേശു പറഞ്ഞത്. നിങ്ങളുടെ വസ്ത്രം ധരിക്കുന്ന കണ്ടിട്ടാണോ? ഹല്ലേലൂയ കണ്ടിട്ടാണോ? ഒന്നും അല്ല യേശു പറഞ്ഞത്. By this shall all men know that you are my disciples, that you love one another. നിങ്ങൾ എൻ്റെ ശിഷ്യരാന്ന് ലോകം മനസ്സിലാക്കുന്നത് തമ്മിലുള്ള സ്നേഹം മുഖാന്തരമാണ്. എനിക്കറിയാം, ഒത്തിരി സ്നേഹമുള്ളൊരു സഭയാണെന്ന് എനിക്കറിയാം. അത് വളരെ ഞാൻ സന്തോഷിക്കുന്നുണ്ട്. ദൈവത്തോട് ഞാൻ നന്ദി പറയും. പലപ്പോഴും ഞാൻ ദൈവത്തോട് നന്ദി പറയും. അതിൽ സന്തോഷമുണ്ട്. എന്നാൽ ഞാനിത് പറയുന്നതിൻ്റെ കാരണം, നമ്മൾ അതിനെ നിലനിർത്തണം. അതിനെ കെടുത്താൻ സാത്താൻ അവസരം നോക്കിയിരിക്കുക. സാത്താൻ നമ്മൾക്ക് തോറ്റു കൊടുക്കരുത്. അതിന് പകരം മറ്റുള്ളവർക്ക് തോറ്റു കൊടുക്കാൻ നമ്മൾ റെഡിയാകുക.